ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് വളരെ രുചികരമായ ചക്കക്കുരും മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്ന കറിയാണ്. നമുക്ക് ആദ്യം അതിന് വേണ്ടത് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള 3-4 മാങ്ങയുണ്ട്. പിന്നെ ചെമ്മീൻ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. ഒരു 3-4 പച്ചമുളക്, ഇത്തിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാൽ പൊടി, പിന്നെ 5-6 ചുവന്നുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ മുരിങ്ങാക്കോല് ഡ്രം സ്റ്റിക്ക്. ഇതാണ് ഇതിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിന് ചെയ്യുന്നത് ചക്കക്കുരു വേവ് കൂടുതലുള്ളതുകൊണ്ട് ചക്കക്കുരു മാത്രം ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2-3 വിസിലടിക്കുന്നവരെ ഇത്തിരി ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ചക്കക്കുരു അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ ചക്കക്കുരുവിനകത്തായിട്ട് നമുക്ക് മാങ്ങ അരിഞ്ഞത് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ മാങ്ങ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഡ്രം സ്റ്റിക്ക് അതിലേക്ക് ആഡ് ചെയ്യാണ്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് ഡ്രം സ്റ്റിക്ക്. നമുക്ക് ഇതിലേക്ക് തന്നെ ആദ്യം എടുത്തു വെച്ചിരുന്ന ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത്തിരി ടർമറിക് പൗഡർ സ്വല്പം ചേർത്താൽ മതി. എടുത്തു വെച്ചിരുന്ന പച്ചമുളക് കൂടി ആഡ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മള് ഒരു വിസിലടിക്കുന്നവരെ, കാരണം വെജിറ്റബിൾസിന് അധികം വേവില്ല, അതുകൊണ്ട് ഒരു വിസിലടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വേവിക്കാം. ചക്കക്കുരും മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മള് നമ്മള് വറുത്ത് പൊടിച്ച ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ചെമ്മീൻ പൊടിച്ചത്. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഈ ചെമ്മീന്റെ പൊടി ചേർത്താലാണ് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മള് ഇച്ചിരി തേങ്ങ പാൽപ്പൊടി വെള്ളം ഒഴിച്ചത് ഇച്ചിരി ആഡ് ചെയ്യാണ് ഇതിലേക്ക്. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. തേങ്ങാപ്പാൽപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കില്ല. ചെറുതായിട്ടൊന്ന് പതുക്കെ ഒന്ന് ചൂട് വന്നാൽ മതി. ഇനി അടുത്ത പ്രോസസ്സിങ് നമ്മൾ കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ് ഫ്രൈങ് പാൻ വെച്ചു. ഇത്തിരി എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷാലോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. താഴെ പോയതിന് നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇതിന്റെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു. നല്ല മണം വണ്ട് കടുക് പൊട്ടിച്ചതിന്റെയൊക്കെ. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും വെച്ച ചെമ്മീനുകൾ ഇട്ട് വെച്ച കറി റെഡിയായി സുഹൃത്തുക്കളെ. ഓക്കെ, ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും വെച്ച കറി റെഡി ആയിരിക്കണം. നല്ല സൂം ചെയ്യുന്നു. ഞാൻ വേച്ചേട്ടന് ഓഫ് ആയതുകൊണ്ട് വേച്ചേട്ടൻ ഇവിടെ ഉണ്ട്. ഞാനത് വേച്ചേട്ടന് വിളമ്പി കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയട്ടെ. വളരെ ഗുണങ്ങളുള്ള മുരിങ്ങാക്കോലൊക്കെയാണ്. ചക്കക്കുരു പിന്നെ നല്ല ഫ്രൈ ചെയ്ത സാമനുണ്ട് വലിയത്. പിന്നെ നമ്മുടെ മട്ടൻ കറിയുണ്ട്. എല്ലും മുള്ളൊക്കെ ഉള്ള എല്ലും
മുട്ടയൊക്കെയുള്ള നല്ല മട്ടൻ കറി കേട്ടോ. ഇനി നമ്മുടെ ചക്കക്കുരും മാങ്ങയും മുട്ടയൊക്കെയാണല്ലോ നമ്മുടെ കറി. അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ടേസ്റ്റ് ചെയ്തിട്ട്. എങ്ങനെയുണ്ട്? സൺഡേ പള്ളിയിലേയും കഴിഞ്ഞ് വന്നിരുന്ന ചോറുണ്ടാണ്. നല്ല മുരിങ്ങക്കോലും ചെമ്മീൻ മാങ്ങ ചക്കക്കുരു ഇതെല്ലാം ഇട്ട് നല്ല ഭംഗിയായ കറി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സാലമൺ നല്ല പീസ് ഉണ്ട്. നല്ല ഫിഷ് ഫ്രൈ, സാൽമൺ ഫിഷ് ഫ്രൈ. ഇത് മട്ടൻ കറി. പിന്നെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ ഇതുപോലെ കഴിച്ചിട്ട് മതി വരാത്ത ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ബൈ. നല്ല ടേസ്റ്റാണ്. എല്ലാം പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉൾക്കരണമായിരിക്കും.